അപ്പം നമ്മുടെ PLL അൽഗോരിതം സീരീസിലെ നമ്മളെ 15th അൽഗോരിതമാണ്. 15th അൽഗോരിതം നമുക്ക് വേറൊരു രീതിയിൽ പറയാം, GA എന്നൊക്കെ പറയാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ നമ്മൾ കുറച്ച് ഒരു ലാസ്റ്റത്തെ ഒരു 4 അൽഗോരിതം ഭയങ്കര കൺഫ്യൂഷനാണ്. നമ്മൾ തുടക്കത്തിൽ ഒരു 3 നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ സ്റ്റിൽ ഇവിടെ ഒരു ക്യൂബ് സോൾവ് ആണ്, ഈ ഒരു കോർണർ സോൾവ് ആണ്, അതേപോലെ ഒരു സൈഡ് പീസും സോൾവ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് 2 സോൾവ് ആണ്. നേരത്തെ ഒരു ഓപ്പോസിറ്റ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ ഒരു കോർണർ പീസ് റെഡ്, ബ്ലൂ, യെല്ലോ, ഈ ഒരു പീസ് ഇതാ ഇവിടേക്ക് വരും, നേരെ മുകളിലേക്ക് വരും. ഈ മുകളിലുള്ള ബ്ലൂ, ഓറഞ്ച്, യെല്ലോ പീസ് ഇവിടേക്ക് വരും. ഇവിടെയുള്ള ഗ്രീൻ, റെഡ്, യെല്ലോ പീസ് നേരെ ഈ ഭാഗത്തേക്ക് വരും. അതായത് ഇങ്ങോട്ട് 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 ഇങ്ങനെ ഇതൊരു ക്ലോക്ക് വൈസിലാണ് വരുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോ നമ്മൾ ആന്റി ക്ലോക്കാണ് പറഞ്ഞത്. ഇതിന്റെ കൂടെ തന്നെ ഈ സൈഡ് പീസ് ആന്റി ക്ലോക്ക് വൈസിൽ വരും. അതായത് ഇവിടെയുള്ള ഓറഞ്ച്, യെല്ലോ ഇവിടേക്ക് വരും, ഇവിടെയുള്ള ബ്ലൂ, യെല്ലോ ഇങ്ങോട്ട് വരും, ഇവിടെയുള്ള റെഡ്, യെല്ലോ ഇങ്ങോട്ട് വരും. ഇത് ഇങ്ങനെ വരും, ഇത് ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ സോൾവ് ആയ 2 കോർണേഴ്സ് റൈറ്റ് സൈഡിൽ പിടിച്ചതിന് ശേഷം നിങ്ങൾ R2 U R ഇൻവേഴ്സ് U R ഇൻവേഴ്സ് U ഇൻവേഴ്സ് R U ഇൻവേഴ്സ് R2 D U ഇൻവേഴ്സ് R ഇൻവേഴ്സ് U R D ഇൻവേഴ്സ് D ഇൻവേഴ്സ് D ഇൻവേഴ്സ് നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. D ഇൻവേഴ്സ് ആൻഡ് U ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബ് സോൾവ് ആവും. അപ്പോൾ ഇതിന്റെ പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ വീഡിയോ 2-3 പ്രാവശ്യം കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സ്റ്റെപ്സുകൾ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ 2 ലുക്ക് PLL ചെയ്തിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി സുഖം. കുറച്ചും കൂടി നല്ലൊരു എക്സ്പേർട്ട് ആയതിനു ശേഷം ഈ ഒരു അൽഗോരിതം ചെയ്യാവുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 2 ലുക്ക് PLL ഒക്കെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.